മഹേഷ് ഭാവന, ഇത് ഫഹദ് ഫാസിൽ ഈസ് എ സ്മാൾ ടൗൺ ഫോട്ടോഗ്രാഫർ. അദ്ദേഹം ഒരു ചെറിയ ഫോട്ടോഗ്രാഫറാണ്. ഹു റൺസ് എ സ്റ്റുഡിയോ കാൾഡ് ഭാവന സ്റ്റുഡിയോ ഇൻ ദ പീസ്ഫുൾ വില്ലേജ് ഓഫ് പ്രകാശ് സിറ്റി. പ്രകാശ് എന്ന് പറഞ്ഞ പട്ടണത്തിൽ അദ്ദേഹം ഭാവന എന്ന് പേരുള്ള ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. അദ്ദേഹം ഒരു ചെറിയ ടൗൺ ഫോട്ടോഗ്രാഫർ, വലിയ ഫോട്ടോഗ്രാഫറൊന്നുമല്ല. ഹി ലിവ്സ് എ സിമ്പിൾ ആൻഡ് content life with his father and is in love with his childhood sweetheart Soumya. He lives a simple and content life. അദ്ദേഹം വളരെ ലളിതവും ഒരു സംതൃപ്തിയുള്ളതായ ഒരു ലൈഫാണ് അദ്ദേഹം നയിക്കുന്നത്. വിത്ത് ഹിസ് ഫാദർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ. ആൻഡ് ഈസ് ഇൻ ലവ്, അദ്ദേഹം പ്രണയത്തിലാണ്. വിത്ത് ഹിസ് ചൈൽഡ്ഹുഡ് സ്വീറ്റ് സൗമ്യ, ബാല്യകാല കൂട്ടുകാരി അല്ലെങ്കിൽ പ്രിയതയൊക്കെ ആയിട്ട് സൗമ്യ എന്ന് പേരുള്ള പെൺകുട്ടിയായിട്ട് അദ്ദേഹം പ്രണയത്തിലാണ്. വൺ ഡേ, ഒരു ദിവസം, മഹേഷ് ഗെറ്റ്സ് ഇൻ ടു എ സ്ട്രീറ്റ് ഫൈറ്റ്. മഹേഷ് ഒരു തെരുവ് തല്ലിലേക്ക് എത്തിപ്പെടുകയാണ്. വൈൽ ട്രൈങ് ടു റിസോൾവ് എ സ്മോൾ കോറൽ ബിറ്റ്വീൻ ഹിസ് ഫ്രണ്ട് ആൻഡ് അനദർ മാൻ. അദ്ദേഹത്തിനൊരു സുഹൃത്തും മറ്റൊരാളും തമ്മിലൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഫഹദ് കയറി ഇടപെടുകയാണ്. മഹേഷ്. ദ ഫൈറ്റ് ടേൺസ് ഹ്യൂമിലിയേറ്റിംഗ് വെൻ ജിംസൺ, എ സ്ട്രേഞ്ചർ, ബീറ്റ്സ് മഹേഷ് ഇൻ ഫ്രണ്ട് ഓഫ് എനി വൺ. അങ്ങനെ മഹേഷ് ഇടപെട്ട സന്ദർഭത്തിൽ ഈ ഒരു ഫൈറ്റ്, ആ ഒരു സംഘട്ടനം ഭയങ്കര ഒരു നിന്ദ്യത ഉളവാക്കുന്നതാവുകയാണ്. ടേൺസ് ഹ്യൂമിലിയേറ്റിംഗ് വെൻ ജിംസൺ എന്ന് പറഞ്ഞൊരു വ്യക്തി, എ സ്ട്രേഞ്ചർ, ഒരറിയാത്ത ആളാണ്, ബീറ്റ്സ് മഹേഷ് ഇൻ ഫ്രണ്ട് ഓഫ് എവ്രി വൺ, എല്ലാവരെയും മുമ്പിൽ വെച്ച് മഹേഷിനെ അടിക്കുകയാണ്. ഹേർട്ട് ആൻഡ് എംപാരസ്ഡ്, മഹേഷ് ആകെ അസ്വസ്ഥാവുകയും വല്ലാതെ ചമ്മിപ്പോവുകയൊക്കെ ചെയ്തു. മഹേഷ് പബ്ലിക്ലി മഹേഷ് ആൾക്കാരൊക്കെ മുമ്പിൽ എന്താക്കാണ്, ശപഥം ചെയ്യാണ്. ദാറ്റ് ഹി വിൽ നോട്ട് വിയർ സ്ലിപ്പേഴ്സ് അഗെയിൻ, ഞാൻ ഇനി ചെരുപ്പ് ധരിക്കൂല. അണ്ടിൽ ഹി ടേക്സ് റിവെഞ്ച് ഓൺ ജിംസനോട് പ്രതികാരം ചെയ്യാതെ ഞാൻ ഇനി ചെരുപ്പ് ഇടൂല എന്ന് മഹേഷ് എന്താക്കുകയാണ്, ചെയ്യാണ്, ശപഥം ചെയ്യാണ് ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട്. സൂൺ ആഫ്റ്റർ, ഉടനെ തന്നെ സൗമ്യ ബ്രേക്സ് അപ്പ് വിത്ത് മഹേഷ് ആൻഡ് മാരി സമ്മൺ എൽ. സൗമ്യ എന്താക്കുകയാണ്, മഹേഷിനെ തേക്കുകയാണ്, ബ്രേക്കപ്പ് ആവുകയാണ്. എന്നിട്ട് വേറൊരാളെ കല്യാണം കഴിക്കുകയാണ്. ലിവിങ് ഹിം ഹേർട്ട് ബ്രോക്കൺ, അങ്ങനെ മഹേഷിനെ വല്ലാതെ അസ്വസ്ഥപ്പെട്ട, ഹൃദയം തകർന്ന അവസ്ഥയിൽ വിട്ടുകൊണ്ട്. ഡിസ്പൈറ്റ് ദ ഇമോഷണൽ സെറ്റ് ബാക്ക്, മാനസികമായിട്ടൊരു തിരിച്ചടിയൊക്കെ ഉണ്ട്. എന്നിട്ടും മഹേഷ് കണ്ടിന്യൂസ് ഹിസ് ഫോട്ടോഗ്രാഫി വർക്ക് ആൻഡ് സ്ലോലി റീബിൽഡ് ഹിസ് കോൺഫിഡൻസ്. മഹേഷ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി വർക്ക് തുടരുകയും സ്ലോലി റീബിൽഡ്സ് ഹിസ് കോൺഫിഡൻസ്, ക്രമേണ മെല്ലെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുകയും ചെയ്യാണ്. മന്ത്സ് ലേറ്റർ, മാസങ്ങൾക്ക് ശേഷം, ബൈ കോയിൻസിഡൻസ്, തികച്ചും യാദൃശ്ചികമായി, ജിംസൺ റിട്ടേൺസ് ടു ദ വില്ലേജ്, ജിംസൺ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. മഹേഷ് ഫേസസ് ഹിം എഗെയിൻ, മഹേഷ് വീണ്ടും അദ്ദേഹത്തെ കാണുന്നു. ദിസ് ടൈം കാംലി ആൻഡ് വിത്ത്സ് എ ന്യൂ ഫൗണ്ട് മെച്യൂരിറ്റി, വളരെ ശാന്തമായിട്ടും പുതുതായിട്ട് അദ്ദേഹം ആർജിച്ച ആ ഒരു പക്വതയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. ദ ഫൈറ്റ് ഹാപ്പൻസ് വൺസ് മോർ, ഒരിക്കൽ കൂടി അവർ തമ്മിലൊരു സംഘട്ടനം ഉണ്ടാവുന്നു. ആൻഡ് മഹേഷ് ഫൈനലി ഡിഫീറ്റ് ജിംസൺ, മഹേഷ് അവസാനം ജിംസനെ തോൽപ്പിക്കുന്നു. ഫുൾഫില്ലിങ് ഹിസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശപഥം, നേരത്തെ പബ്ലിക്കിൽ വെച്ച ആ ശപഥം അദ്ദേഹം പൂർത്തീകരിക്കുന്നു. ബൈ ദി സ്റ്റോറി ഈസ് അബൌട്ട് ഫിസിക്കൽ റിവെഞ്ച്. ഇത് കേവലം ഒരു ഫിസിക്കൽ റിവെഞ്ചിനെ കുറിച്ച് അല്ലെങ്കിൽ കായികമായിട്ടുള്ള ഒരു പ്രതിരോധം അല്ലെങ്കിൽ പ്രതികാരത്തെക്കുറിച്ചല്ല ഈ സിനിമ. ഇറ്റ്സ് അബൌട്ട് ഇന്നർ ട്രാൻസ്ഫോർമേഷൻ. ഇത് ആന്തരികമായ ഒരു പരിവർത്തനത്തെക്കുറിച്ചാണ് സിനിമ. മഹേഷ് ജേണി ടീച്ചസ് ഹിം പേഷ്യൻസ്, മഹേഷിൻ്റെ ആ ഒരു യാത്ര, ആ ബ്രേക്കപ്പും കാര്യങ്ങളും ആ ഹ്യൂമിലിയേഷനൊക്കെ എന്താണ്, അദ്ദേഹത്തെ ക്ഷമ പഠിപ്പിക്കുകയാണ്. സെൽഫ് റെസ്പെക്റ്റ്, അതേപോലെ തന്നെ ഇമോഷണൽ സ്ട്രെങ്ത്, മാനസികമായിട്ടുള്ള കരുത്തൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇൻ ദ എൻഡ്, അവസാനം ഹി മീറ്റ് എ ന്യൂ ഗേൾ, അവൻ ഒരു പുതിയ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ജിംസി, മറ്റേത് ജിംസൺ ആണ് കേട്ടോ, ഇത് ജിംസിയാണ്. ആൻഡ് ഹിസ് ലൈഫ് ടേക്സ് ന്യൂ, അദ്ദേഹത്തിൻ്റെ ജീവിതം പുതിയൊരു ടേൺ എടുക്കുന്നു. ഇതിലെ തീംസ്, റിവെഞ്ച് ആസ് എ സെൽഫ് ഗ്രോത്ത് നോട്ട് വയലൻസ്, ഒരു അക്രമം എന്നുള്ള നിലക്കല്ല, ഒരു സെൽഫ് ഗ്രോത്ത് എന്നുള്ള നിലക്കുള്ള ഒരു റിവെഞ്ച്. ഡിഗ്നിറ്റി ആൻഡ് പേഷ്യൻസ്, ആത്മാഭിമാനവും ക്ഷമയും. ലവ്, സ്നേഹം. ലോസ്, നഷ്ടം. ആൻഡ് മൂവിങ് ഓൺ, അത് മുന്നോട്ട് പോവൽ. റൂറൽ സിംപ്ലിസിറ്റി ആൻഡ് ഹ്യൂമർ, ഒരു ഗ്രാമീണമായ ഒരു ലാളിത്യവും ഒരു നർമ്മവും. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ്. അറിയാത്ത വേർഡുകൾ, യൂസേജുകളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക.